കേരള പദ്ധതികളുടെ തുക കൂട്ടുന്നതും സ്വീകരിക്കുന്നതും ഒരു ഔദാര്യം പോലെയാണ് ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഇത് സത്യം പറയുകയാണെങ്കിൽ ശരിക്കും അവകാശമാണ്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾ, ഭാരതീയ ജനതാ പാർട്ടി വന്നാലും കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസം വന്നാലും ഇത് കേരള ജനങ്ങൾക്കുള്ള അവകാശമാണ്. അത് ആരുടെ ഔദാര്യമല്ല. അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ തരാണെങ്കിൽ പോലും അത് ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കേരള സംസ്ഥാനത്ത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും ആ പാർട്ടികളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവണം. നമുക്ക് ഇവിടെ ഈ കേരളത്തിന് അനുകൂലിക്കേണ്ട എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെ ഏത് സംസ്ഥാന സർക്കാർ വന്നാലും ഇവിടെ ഉപകാരപ്രദമാണോ. അത് ആരും ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. ഏത് പാർട്ടിയിലാണോ നല്ലൊരു നേതാവ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നത്, അത് BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, ആരായാലും ജനങ്ങൾക്ക് പണി ചെയ്യുന്നത്. ഈ ഒരു വാർഡിൽ ശരിക്കും ഇപ്പോ ആര് ജയിക്കുന്നതാണ് നമുക്ക് തീരുമാനിച്ചത്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് ഉപകാരപ്രദമാവുന്നതാണ്? ആര് ഉപകാരപ്രദം എന്നല്ല, നമുക്ക് ഇപ്പൊ ഇന്ത്യ നിലപാടായിരിക്കില്ല നിങ്ങൾക്ക്, ശരിയല്ലേ? എന്റെ അഭിപ്രായം പറഞ്ഞു വരാണ്. ഇപ്പൊ നിങ്ങളെ മുഖവും എന്റെ മുഖവും ഒരുപോലെ അല്ലാത്ത വിധം ഈ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് പല വ്യത്യാസങ്ങളുണ്ടാവും, ഓരോ പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാവും. അത് നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നിഷ്പക്ഷ നേതാവ് ആരാണോ, നമുക്ക് ഉപകാരപ്രദമാവും ആ മനുഷ്യനെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കാം. അതിൽ പിന്നെ രാഷ്ട്രീയ ഭേദമല്ല, നമ്മൾ ജനങ്ങളെ ഉപകാരം ആഗ്രഹിക്കുന്നവർ ഭരണം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഓരോരുത്തരുടെ കഴിവല്ല, അതിനനുസരിച്ചിട്ട് നീങ്ങാണ്. ഭരണങ്ങളിൽ പറഞ്ഞാല് അല്ല ആരൊക്കെ കയറുന്നത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല, ജനങ്ങളെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഓക്കെ, മൊത്തത്തില് അപ്പൊ ആസ് എ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ ചേട്ടൻ ഇപ്പം എന്തൊക്കെയാണ് ചേട്ടന്റെ ആവശ്യങ്ങൾ, അത് ആര് വന്നു കഴിഞ്ഞാൽ നടക്കുന്നതാണ് ചേട്ടൻ വിശ്വസിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഭരണം എന്ന് പറഞ്ഞാൽ LDF എന്തൊക്കെയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി, UDF എന്തൊക്കെയാണെങ്കിൽ ഓരോ ഭരണത്തിനനുസരിച്ച് ഓരോ ഇതല്ലേ. നമ്മളെ ഓരോ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ വോട്ട് ചെയ്യുന്നുള്ളൂ. ഏതോ നല്ല വ്യക്തി അയച്ചാൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുള്ള ഇതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. ഇവിടെ പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവരെ മറ്റേ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഒരു 2500 വരെ 3000 എന്തോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പെൻഷൻ കൊടുക്കാമെന്ന്. ഘട്ടങ്ങളായിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2000 എത്തിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിൽ അവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കോഴിക്കോടെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഇനി ഒരുപാട് വികസനങ്ങൾ വരാനുണ്ട്. ഈ ബീച്ചിനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഇത്രയും ഇതൊന്നും പോരാ. ഇനിയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ടൂറിസ്റ്റുകൾ എത്താനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ നമ്മളൊരു മറ്റേ ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുകയാണെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കണം. നിങ്ങൾ ഈ വേസ്റ്റ് ഇവിടെ ഇടരുത്, അത് ആ മറ്റേ ഡസ്റ്റ്ബിൻ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് നമ്മൾ പല മാധ്യമങ്ങളുടെയും കുട്ടികളെ മറ്റേ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രാബല്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, വികസനം ചെയ്യുക.